മക്കളെ, ഇനി നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പബ്ലിക് എക്സാം ആണ് അല്ലേ, ലാസ്റ്റത്തെ എക്സാം ആണ്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കും ലാസ്റ്റത്തെ എക്സാം ആണല്ലോ, ഇനിയും കുറെ സമയമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കാരണം ഇപ്പൊ ജനുവരി ഇപ്പൊ പകുതിയായി അല്ലേ, ഇനി വളരെ കുറച്ച് ദിവസം കൂടെ മാത്രമേ നമുക്ക് ജനുവരിയിലുള്ളൂ. അതേപോലെ തന്നെ ഫെബ്രുവരിയിലും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതും കൂടെ മാത്രമേ നമുക്ക് ഇനി പഠിക്കാനായിട്ട് ബാക്കിയുള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ മിസ് എനിക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് പഠിച്ചു തീർക്കേണ്ടതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പഠിക്കുന്നത് മാത്രമല്ല നമ്മുടെ അടുത്ത പ്രശ്നം. പഠിക്കാൻ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അത് കഴിഞ്ഞാൽ പഠിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ മറന്നും പോവാണ്. അപ്പൊ ഇതിനൊക്കെ എന്താണ് ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിട്ട് കാണണം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ മിസ് ഓരോന്നും പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കി ഞാൻ കണ്ടോ, ഡേ 0, ഡേ 3, ഡേ 6 എന്ന് പറഞ്ഞ മിസ് ഇവിടെ കുറെ ദിവസങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ മിസ് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ മിസ് ഇത് പറഞ്ഞുതരാനായിട്ട് പോകുന്നത് നമ്മുടെ ബാച്ചിൽ ഓൾറെഡി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിക്കില്ലേ, അയ്യോ അപ്പൊ മിസ് ഞങ്ങള് ബാച്ചിലില്ല, അപ്പൊ ഞങ്ങൾ ബാച്ചിലില്ലാത്ത കുട്ടികളെ എന്താ മൈൻഡ് ആക്കൂലേ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കില്ലേ? എല്ലാവർക്കും, ബാച്ചിലുള്ളവർക്കും ബാച്ചിലില്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം മിസ് ബാച്ചിലുള്ള സ്റ്റുഡൻസിന് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ റിസോഴ്സസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള മിസ് പറഞ്ഞുതരും. അതിനുശേഷം ബാച്ചിൽ ഇല്ലാത്തപ്പോ കുറെ പേര് യൂട്യൂബ് മാത്രമായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ മിസ് പറഞ്ഞുതരാം. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഇതിവിടെ ഫസ്റ്റ് ഡേ മിസ് ഡേ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്ന ദിവസം, അതായത് നമ്മൾ എന്നാണ് പഠിക്കുന്നത്, ഇപ്പൊ ഇന്ന് പഠിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം, അതാണ് നമ്മുടെ ഡേ 0 എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ബാച്ചിൽ ഓൾറെഡി ക്ലാസ്സുകൾ ഉണ്ട് അല്ലെ, അപ്പൊ ബാച്ചിലുള്ള ക്ലാസ് അടിപൊളിയായിട്ട് കാണാം. ഒപ്പം തന്നെ അതിന് നോട്ട് നമ്മൾ ഓൾറെഡി തരുന്നുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി നോട്ടൊക്കെ തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അത് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യുക. ഇതിനു വേണ്ടി കുറേ സമയം ഒന്നും മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ക്ലാസ്, ഇപ്പോൾ മിസ്സിൻ്റെ ആണെങ്കിൽ മിസ്സിൻ്റെ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ലെക്ചർ നോട്ട് പോലെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതിക്കോ, ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ക്ലാസ് കാണുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ടും കൊണ്ട് ഉണ്ടാക്കി പോവാം. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആ നോട്ട് എന്റെ കുട്ടികൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് കൂടാതെ ഈ ഷോർട്ട് നോട്ട് കൂടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആണ് നമുക്കത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ക്ലാസ് കാണാം. ബാച്ചിലുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും പിന്നെ എക്സ്ട്രാ നോക്കേണ്ടതായിട്ട് വരില്ല, ബാച്ചിലുള്ള ക്ലാസ് മാത്രം കണ്ടാൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ആയിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ വേറെ ഒരു തരത്തിലും എവിടുന്നും ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചിലെ ക്ലാസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണുക. പിന്നെ അതേപോലെ തന്നെ എന്താ ചെയ്യുക? ഷോർട്ട് നോട്ടും കൂടെ ഒപ്പം തന്നെ ഉണ്ടാക്കി വെച്ചു പോവാ. ഇനി അപ്പൊ നമ്മൾ ഇന്നാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്, അതാണ് ഇപ്പൊ ഡേ 0 എന്ന് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്നിപ്പോ നമ്മളത് ചെയ്തു അല്ലേ? ഇനി അതിനുശേഷം അപ്പൊ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നൊക്കെ പോകും അല്ലേ? സ്വാഭാവികം മാത്രം. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഒരു അക്ഷരം പോലും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല, ഇത് എന്താ സംഭവം തന്നെ നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക? നമ്മുടെ ബ്രെയിനിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിക്കണം, ഇത് സംഭവമാണ് കേട്ടോ, ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിക്കണം. അങ്ങനെ ജസ്റ്റ് ബ്രെയിൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ദിവസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? 3 ദിവസത്തിന് ശേഷം നമ്മൾ ഒന്നൊന്ന് ഓർമ്മിക്കുക. അപ്പൊ ഈ ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഷോർട്ട് നോട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട് ഉണ്ടല്ലോ, ആ നോട്ട് റെഫർ ചെയ്താലും മതി. കാരണം അതന്നെ ഓൾറെഡി അത്യാവശ്യം നല്ല ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള നോട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കിയാലും മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3 ദിവസത്തിന് ശേഷം നമ്മൾ ഈ ഒരു ഷോർട്ട് നോട്ട് നമ്മൾ റിവൈസ് ചെയ്തു. അപ്പൊ നമ്മുടെ ബ്രെയിനിന് ആ ഒരു ചാപ്റ്റർ നല്ലോണം പക്കാ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നിറയെ ക്വസ്റ്റ്യൻസ് വേണം അല്ലേ? കാരണം ഇപ്പൊ നമുക്കിപ്പോൾ പുതിയ സിലബസ് ഒക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക്ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ്
ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അതിൽ ഓൾറെഡി ആൻസർ ഉണ്ടായിരിക്കും, പക്ഷെ നേരെ പോയിട്ട് ആൻസർ നോക്കരുത്. എന്ത് ചെയ്യുക, അതിങ്ങനെ ഓരോ അത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് നിങ്ങൾ ആൻസർ നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഷീറ്റിൽ ഒരു പേജിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പുറത്തായിരിക്കും ആൻസർ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അടുത്ത നോക്കുക. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം നോക്കാനായിട്ട് ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, റെഡി ആണല്ലോ, പ്രോമിസ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ ഇത് കഴിഞ്ഞ 6 ദിവസത്തിന് ശേഷം ആ ഒരു ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റും കൂടെ നമ്മൾ ചെയ്തു. ഇപ്പതേ സെറ്റായി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികൾ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് സെറ്റായി? ഏകദേശം നമുക്കൊരു 95% മാർക്ക് നമുക്ക് കിട്ടാനുള്ളതായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നമുക്ക് ഏകദേശം ഒരു 95% അല്ലെങ്കിൽ നമുക്കൊരു എബവ് 90. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ഫുൾ A+ അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലെവലിൽ നമുക്ക് അത്യാവശ്യം എല്ലാ സബ്ജക്റ്റിലും നമുക്ക് നല്ല മാർക്കിന് കിട്ടാനായിട്ടുള്ള ലെവലാവും. ഇതേപോലെ നിങ്ങൾ ഓരോ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് പേടിയുണ്ടായിരിക്കില്ലേ? കാരണം എന്താ, എക്സാം എങ്ങനെയാ വരാമെന്ന് അറിയില്ലല്ലോ, ടെൻഷനാണ് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം, നമുക്കത് ചെയ്ത് നോക്കിയാലേ നമുക്ക് അത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മൾ ഇതേപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നടത്തുന്നുണ്ട്, അതേപോലെ മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട്. കാരണം മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇനി അടുത്ത നമ്മുടെ പബ്ലിക് എക്സാം വരുന്നു. ഇപ്പൊ നമ്മൾ ഓൾറെഡി ക്രിസ്മസ് എക്സാമിന് നമ്മൾ മോഡൽ എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കൊടുത്ത് കുട്ടികളെ എങ്ങനെയാണോ നമ്മുടെ ക്രിസ്മസ് എക്സാം ഉണ്ടാവുക അതേപോലെ നിങ്ങൾക്ക് മോഡൽ എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തുണ്ടാവും, പബ്ലിക് എക്സാമിന് മുന്നേ നിങ്ങൾക്ക് പബ്ലിക് എക്സാം എങ്ങനെയാണ് ഉണ്ടാവുക അതിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാമും നമ്മൾ നടത്തുന്നതായിരിക്കും. അതുകൂടാതെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം നടത്തുന്നതായിരിക്കും. അപ്പൊ ഇത്രയായി കഴിഞ്ഞാൽ എന്തായി, എൻ്റെ കുട്ടികൾക്ക് പക്കാ സെറ്റായി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ എന്തും കൂടെ ചെയ്തു, നമ്മൾ റിവിഷൻ ചെയ്തു, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ചാപ്റ്ററിന്റെ എക്സാമും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സെറ്റായി. ഓക്കെ, ഇത് ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസം ഏതൊക്കെയാണ് ക്ലാസ്സുകൾ കാണേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു തരുന്നുണ്ട്, നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഇനി അടുത്തത് കുറേ പേർക്ക് ഉണ്ടാക്കില്ല. അപ്പൊ മിസ് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയാ താല്പര്യ കുറവുണ്ടായിരിക്കും, അങ്ങനെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളാണ് മിസ് ഞാൻ യൂട്യൂബിലെ ക്ലാസ്സുകൾ മാത്രമാണ് കാണുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ട് അല്ലേ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് മിസ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടിട്ടായിരിക്കും നിങ്ങൾ എന്താ പറയുക ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ വഴിയായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇതേപോലെ നമുക്ക് സ്കൂളിലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ യൂട്യൂബ് ക്ലാസ്സോ അല്ലെങ്കിൽ ട്യൂഷനിലുള്ള ക്ലാസ്സോ അല്ലെങ്കിൽ സ്കൂളിലത്തെ ക്ലാസ്സോ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ കാണാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ക്ലാസ് കാണുമ്പോൾ തന്നെ ലെക്ചർ നോട്ട് ഉണ്ടാക്കി എടുക്കുക. പിന്നെ ഇതേപോലത്തെ നിങ്ങൾക്ക് ഇപ്പൊ യൂട്യൂബിലെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സിന്റെ നോട്ടും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാച്ചിലർ ക്ലാസ് എന്ന് വെച്ചാൽ വ്യത്യാസം എന്താ വെച്ചാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളായിരിക്കും. കാരണം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് യൂട്യൂബിലെ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് സമയപരിമിതി ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അത്യാവശ്യം എല്ലാതും ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ ക്ലാസ് കാണുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് നിങ്ങൾ എടുക്കുക. ലെക്ചർ നോട്ട് പോലെ തന്നെ ക്ലാസ് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ ഷോർട്ട് നോട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, റിവൈസ് ചെയ്യുക. പിന്നെ അതിനുശേഷം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് ഇപ്പം നമുക്കിപ്പോൾ ഓരോ ചാപ്റ്റർ ഓരോ ടോപ്പിക് കാണുന്ന സമയത്ത് ഇതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക് നന്നായിട്ട് പഠിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതൊക്കെ അറ്റൻഡ് ചെയ്യുക. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സാമിന്റെ സമയമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യുക, അതും എൻ്റെ കുട്ടികൾ കാണാം. ഓക്കെ, പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് സ്കൂൾസിൽ ഇതേപോലെ മോഡൽ എക്സാംസും അതേപോലെ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ കൂടുന്ന സമയത്ത് ടേം എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ എന്താ ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഇത് നമ്മുടെ ബാച്ചിൽ ഇല്ലാത്ത സ്റ്റുഡൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പക്ക സെറ്റ് ആയില്ലേ? അപ്പൊ ഇതേപോലെ വേണം ഇനി
അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾ കറക്റ്റായിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത്ര ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, ഇത് അത്ര എളുപ്പത്തിൽ നമുക്ക് നടക്കില്ല. കാരണം ഒരു കഷ്ടപ്പാടും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് പരീക്ഷയുടെ തലേ ദിവസം മാത്രം നോക്കിയാൽ മതി എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് അത്രയും വലിയ മാർക്കൊന്നും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ജസ്റ്റ് ഒരു പാസ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് അല്ലെങ്കിൽ മാരത്തോണുകളൊക്കെ കണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്ന് പാസ്സായി പോകാനുള്ള മാർക്കൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഏറ്റവും നല്ല മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്കാണ് എൻ്റെ കുട്ടികളെ ലക്ഷ്യം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം മുതലേ നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. ഓക്കെ, നന്നായിട്ട്, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ മാറിക്കൊണ്ടേ വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തന്നെ വരുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കില്ല. അപ്പം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ നമ്മൾ മാക്സിമം എല്ലാ തിയറി പോർഷൻസും കംപ്ലീറ്റ് ആക്കണം, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം എത്ര സമയമാണ് പഠിക്കാനിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞുതരാം. മിനിമം നിങ്ങളൊരു 2 hours എങ്കിലും മിനിമം നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. ഓക്കെ, ഓരോ ദിവസം മിനിമം ഒരു 2 hours എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റിവെക്കണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. ഓരോ ദിവസം എത്രത്തോളം സമയമാണ് എൻ്റെ കുട്ടികൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുന്നത് എന്നുള്ള മിസ് നോക്കട്ടെ, സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, റെഡി? അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം.